ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഒരു പ്രഭാത കേൾക്കാൻ കൊണ്ട് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ നമ്മൾ ചിന്തയ്ക്കായി ഹല്ലേലൂയ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇപ്പോൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വചനമായി ഞാൻ സന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവേ. വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ശിഷ്യന്മാരുമായി പല കർത്താവ് ഉപമകളാൽ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, കർത്താവ് ശിഷ്യന്മാരോട് ഹല്ലേലൂയ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഉപമകളാലായിരുന്നു. സ്തോത്രം. ഓരോ മോറൽ സ്റ്റോറീസ് ഹല്ലേലൂയ പറഞ്ഞു കൊടുത്തിട്ടാണ്, അതിൽ കൂടിയാണ് ദൈവരാജ്യത്തെ കർത്താവ് ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നത്. സ്വതം ചില മർമ്മങ്ങൾ അവർക്ക് മനസ്സിലായി, ചില മർമ്മങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് കാണുവാനും കഴിയുന്നുണ്ട്. സ്വതം അത്തയെ ശപിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഹല്ലേലൂയ ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ കർത്താവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, നാം എങ്ങനെ കർത്താവിനെ സ്നേഹിക്കണം, എങ്ങനെ കർത്താവിനെ ആരാധിക്കണം എന്നാണ് കർത്താവ്. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഒന്നാമത് പറയുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടെ സ്വതം പൂർണ്ണമായിട്ട് ഹല്ലേലൂയ. പാതി ദൈവത്തിനും പാതി ലോകത്തിനും കൊടുക്കാനല്ല കർത്താവ് പറയുന്നത്, പൂർണ്ണമായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് പൂർണ്ണ ഹൃദയം, നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം. പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുവാനായിട്ട് തോന്നണം. രണ്ടാമത് പറയുന്നു, പൂർണ്ണ ആത്മാവിനോടും. സ്തോത്രം. നമ്മുടെ സോളും ജഡവും ദേഹം തേകി ആത്മാവിനെ, ഇതിനെ മൂന്നിനെ ദൈവത്തിന് വേണം. സ്തോത്രം. രണ്ടാമത് പറയുന്നത് പൂർണ്ണ ആത്മാവിനോട് കർത്താവിനെ സ്നേഹിക്കണം. മൂന്നാമത് പറഞ്ഞാൽ പൂർണ്ണ മനസ്സ്, നമ്മുടെ മനസ്സ് ദൈവത്തിന് കൊടുക്കണം. പലപ്പോഴും നാം ഹല്ലേലൂയ പ്രാർത്ഥിക്കാനിരുന്നാലും ആലയത്തിൽ പോയാലും അവിടെ നമ്മൾ ബോഡി അവിടെ ഉണ്ട്, നമ്മൾ വ്യക്തിയുടെ പ്രസൻസാണ്, പക്ഷെ നമ്മുടെ മനസ്സ് ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി നടക്കുന്നതായ ഒരു അനുഭവമാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുക ഹല്ലേലൂയ, നിൻ്റെ ഹൃദയം എനിക്ക് വേണം, നിൻ്റെ ആത്മാവ് എനിക്ക് വേണം, നിൻ്റെ മനസ്സ് എനിക്ക് വേണം. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല നിൻ്റെ ശക്തി എനിക്ക് വേണം. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ ദേഹം ദേഹി ആത്മാവ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി, ഹല്ലേലൂയ, ഇത് മുഴുവനും ദൈവത്തിന് വേണ്ടി നാം ചിലവഴിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. ഇത് പൂർണ്ണമായി പാതിയല്ല, എല്ലാം പറയുന്നത് പൂർണ്ണമാണ്. പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി. എത്രത്തോളം ശക്തിയുണ്ടോ, എത്രത്തോളം ആത്മാവുണ്ടോ, എത്രത്തോളം മനസ്സുണ്ടോ, എത്രത്തോളം ഹൃദയമുണ്ടോ, അത് മൊത്തം നമുക്ക് പൂർണ്ണമായിട്ട് പാതി കൊടുക്കാനല്ല, പൂർണ്ണതയാണ് കാണുന്നത്. പൂർണ്ണതയോടെ മൊത്തത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണതയോടെ തന്നെ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുകയാണ്. സ്വതം ഹല്ലേലൂയ സ്വതം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഹല്ലേലൂയ നാം കർത്താവിനെ മാത്രമല്ല കർത്താവിനെ പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കണം. ഹല്ലേലൂയ. മറ്റൊന്നുകൂടെ നാം കർത്താവിനെ സ്നേഹിക്കണം. സ്തോത്രം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനില്ല, ലോകത്തിലുള്ളവരെ സ്നേഹിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ നാം പൂർണ്ണതയോടെ നമ്മുടെ ദേഹം തേകി ആത്മാവിനെ പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ ആ പൂർണ്ണതയുള്ള ദൈവം നമ്മളിൽ പ്രസാദിപ്പാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ആകിയാൽ ഈ നാളുകളിൽ ദൈവം ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സും ആരോഗ്യവും ബലവും സൗന്ദര്യവും ഒക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനിടയായിത്തീരട്ടെ. പ്രിയ ദൈവമക്കളെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ, സമയം ഒക്കെയും ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനമുള്ളവരായി തീരുവാൻ, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ഈ വചനങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈ നാളുകൾ അതിനായി ഈ വചനത്തിൽ കൂടി നമ്മൾ സംസാരിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രയോജനമുള്ളവരായി പൂർണ്ണതയോടെ പൂർണ്ണമായി ദൈവത്തിന് തന്നെ വിധേയപ്പെടാം. അതിനായി ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.